റിസോന്റെ കൊച്ചാപ്പാട വയസ്സ് എത്രയാണ്? മരണപ്പെട്ടു പോയി. ഒരു 73 ഏജ് ആയപ്പോൾ. ഏകദേശം കറക്റ്റ് അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലാത്ത ഡേറ്റയെ കുറിച്ച് വേണമെങ്കിൽ റിസ്വാൻ എന്നോട് പറയാം. ഇപ്പോൾ വാപ്പാട് എന്നോട് പറയുകയാണെങ്കിൽ പറയാം വാപ്പാടത്തൊരു 52 വയസ്സുണ്ടാവാം. അപ്പം 52 വയസ്സുണ്ടെന്ന് പറയുമ്പം റിസ്വാൻ എന്നോട് പറഞ്ഞു. പക്ഷേ ആ ഡേറ്റയ്ക്ക് വലിയ വാലിഡിറ്റി ഇല്ല. ആ വാലിഡിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ്. ഉദാഹരണം, റിസ്വാൻ്റെ വാപ്പ പാസ്പോർട്ട് എടുത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ വെച്ചിട്ട് പോലീസുകാർ ചെക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ പോലീസുകാർ പറയുന്നു ഇദ്ദേഹം പാസ്പോർട്ട് എടുത്തത് കള്ള പാസ്പോർട്ടാണ്, ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിട്ടാണ് എടുത്തതെന്ന് പറയുന്നു. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കൃത്യം ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം. അപ്പം നോക്കണം, ബർത്ത് ഡേ നോക്കണം. അതിന് അപ്പം നമുക്ക് പറഞ്ഞ് ടൈം സ്റ്റാമ്പ് നോക്കണമെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിൽ പോയി നോക്കാം, പഞ്ചായത്തിൽ പോയി നോക്കാം, അവിടെ നോക്കാം, ഇവിടെ നോക്കാം, എല്ലാം പിടിക്കണമെങ്കിൽ പിടിക്കും. അപ്പം റിസ്വാൻ്റെ അടുത്ത് പറയണം 52 ആണെന്ന് തോന്നുന്നു. 57 വയസ്സുണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. പ്രശ്നം എപ്പോഴാണ്? പോലീസുകാർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ആ പ്രശ്നം വന്നത് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ ഡേറ്റ 52 നീ എഴുതി വെച്ചേക്കാം, ഓക്കെ. പക്ഷെ അവർക്ക് കൃത്യമായ ഡേറ്റ് വേണം. കാരണം അവർക്ക് കേസ് തെളിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണോ എന്ന് പറയുന്നത് റിസ്വാൻ എടുത്താണ് വാപ്പാടെ പ്രായം മാറ്റി പറയല്ലേ, വാപ്പാടെ പ്രായം എനിക്കറിയത്തില്ലേ ഉമ്മ എന്ന് പറയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആളോ എങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ വരണ്ട. അപ്പം റിസ്വാൻ്റെ അനിയത്തി എന്ന് പറയാണ് തെറ്റിയെന്ന് തോന്നുന്നു, നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മാറ്റമില്ലേ. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ നാളെ RP കാർഡിൻ്റെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞൊരു ഡേറ്റാണ് 2021, ഒരു വർഷത്തെ ഗ്യാപ്പ് 2022. ഞാൻ അതേപോലെ ഫില്ല് ചെയ്തു. ഞാൻ എന്നിട്ട് നോക്കി, കറക്റ്റ് അല്ലല്ലോ ഡേറ്റ്. മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ 7 മാസമുള്ള രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാർക്ക് പറയരുത്, പക്ഷെ അവർ സമ്മതിക്കും. പക്ഷേ നിങ്ങൾ ഡേറ്റയായിട്ട് ഓഫീസിൽ പോകുമ്പോൾ സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അനാലിസിസ് നടത്തണമെങ്കിൽ ഒരു റീസൺ വേണം.